നമ്മുടെ നായകന്മാര് കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റിലാണോ എല്ലാവരും? എന്താണ് സംഭവം? ഞങ്ങൾ കുറച്ച് ഓണക്കോടികൾ എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. ഫ്രീ ആയിട്ടാണോ? കുറച്ച് സംഭാവന ഞങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ ഓണം എല്ലാവർക്കും കളറാവണ്ടേ. കളറാവും. ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റിന്റെ മഹാ ഓണത്തിന്റെ എല്ലാമായ ജെറിൻ ബ്രോ ഹാപ്പി ഓണം പറയാം. ഹാപ്പി ഓണം മധു സാർ ഹാപ്പി ഓണം. ഹായ് നമസ്കാരം, അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെ, അപ്പോൾ നമ്മളിപ്പോ ലിമിറ്റഡ് എന്റർടൈൻമെന്റിന്റെ മഹാ ഓണത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി എന്റെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അതെ കാര്യം നമ്മളിവിടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വോയിസ് ഒക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഒരു തടസ്സമില്ല. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിപ്പോ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോ ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു ഓണം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. പക്ഷെ സദ്യ കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇത്രയും ആൾക്കാർക്ക് അവർക്ക് സദ്യ കൊടുക്കാൻ പറ്റില്ല. നമ്മളെ സദ്യയൊക്കെ കൂട്ടിയിട്ട് അടുത്തൊരു ഓണം വരുന്നുണ്ട്. ഇതിന് എന്തായാലും ഇപ്പോ നമ്മള് ഇന്നത്തെ നമ്മളെ പരിപാടികളൊക്കെ കണ്ടുവരും. ഈ മനുഷ്യനെ ഞാൻ കൺക്ലൂഷനിൽ മാത്രം കാണിക്കാൻ വിചാരിച്ചാണ്. രാവിലെ മുതൽ ഇല്ലായിരുന്നു. ഇനി കൺക്ലൂഷനിൽ ഞാൻ ഒന്നും കൂടെ ഒരു കൺക്ലൂഷൻ എടുക്കുന്നുണ്ട്. എനിവേ എന്തായാലും നമ്മുടെ പരിപാടിയുടെ ആദ്യ പ്രാക്ടീസ് അതായത് ഇവര് നമ്മുടെ ഈ ഓണം പരിപാടിയിൽ കുറെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ ബാക്കിൽ പോകുന്നത് മധു സാറാണ് കേട്ടോ. ഇതാ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഓണം പരിപാടി ഇന്ന് രാവിലെ മുതലുള്ള പരിപാടിയിലേക്ക് വരൂ. എനിവേ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഇല്ല, കണ്ടൂടാ, കാണാൻ പറ്റുന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല. അല്ല, പരിഷ്കാരിയായ ഓണം. പരിഷ്കാരി എങ്ങനെയുണ്ട്? എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതും കൂടെ വയ്ക്കുമ്പോ കാര്യം അവിടെ വെച്ചിട്ട് എന്നെ കാണാതെ പോയാൽ ഇവിടെ പെട്ടെന്ന് കണ്ടുപിടിക്കണ്ടേ, അതാണ്. അപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം. ഗൈസ്, രണ്ടുപേരും മുണ്ടൂടി കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുത്തെ കാറ്റിന് നല്ല തണുപ്പും കാറ്റും മുണ്ടിലിങ്ങനെ അടിച്ചു കയറുമ്പോൾ അവര് പതുക്കെ വരാൻ പറ്റത്തുള്ളൂ അവർക്ക്. നമ്മുടെ നായകന്മാര് കടന്നു വരികയാണ്. ഹലോ ഗൈസ്, എങ്ങോട്ടേക്കാ പോണേ രണ്ടുപേരും? ഓണം വന്നല്ലോ. Final call for the doors. Final call. Please spread down the platform and use all available doors. നമ്മള് രജിസ്റ്റർ മാരേജിന് കൊണ്ടുപോലെ പിടിച്ചിരുത്തിയത് ഇവരോ. ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ? ഗെയ്സ്, അപ്പോൾ നമ്മള് കാറിൽ പോയില്ല. നമ്മള് ഡൗൺ ടൗണിലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. എനിവേ എന്തായാലും
നമ്മളവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് വേറെ 2-3 മലയാളീസിനെ കണ്ടു. എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ പ്രാവശ്യത്തെ ഓണം കാനഡയിലല്ലേ. അപ്പോൾ എന്താ പറയുക, നാട്ടിലെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ചോദിക്കാനുണ്ടോ? അതെ അതെ. പറയും. അപ്പോൾ ഇപ്പോൾ കാനഡയിലെ ആദ്യത്തെ ഓണം അല്ലേ, എങ്ങനെയുണ്ട്? വിഷമമുള്ള ഓണമാണോ? പക്ഷെ നിങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മള് അത് കുറച്ചുകൂടെ ബോൾഡായിട്ട് പറ, ഒന്നും കൂടെ മോഡുലേഷൻ ഒന്ന് കൂട്ടി കനത്തി പറ. നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് ഓണം കളറാവും, അതാണ്. ഓക്കെ. അരുണ്ടെന്ന് പറയുമ്പോഴത്തെ എന്താ പറയാ, നമ്മൾ മിസ് ചെയ്യും അങ്ങോട്ട്. നാടെന്തായാലും മിസ് ചെയ്യുമല്ലോ. ഓണത്തിന്റെ അത്രയും നമ്മൾ ഏത് രാജ്യത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അത്രയും വരില്ല. നമ്മൾ ട്രെയിനിൽ വന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ ഫാർമർ നമ്മളെ കണ്ടിട്ട് അങ്ങനെ സ്മൈൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കാര്യം നമ്മുടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിക്കാണ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വളരെ ആൾക്കാരോടൊന്നും വലുതായിട്ട് സംസാരിക്കാറൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ കുറേ മലയാളീസും കുറേ മലയാളം സംസാരിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് വരുവരും. അതെ അതെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും കസവ് സാരിയൊക്കെ കൊടുത്ത് അടിച്ചു പൊളിച്ച് സുന്ദരന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഡൗൺ ടൗണിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇങ്ങാൻ രണ്ടാം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റിലാണോ എല്ലാവരും? അതെ, നല്ലൊരു തണുത്ത കാറ്റ് വെളിയിലേക്ക്. അയ്യോ അയ്യോ, ശരി. നല്ല വെയിലുള്ളത് പോലെ ഫീൽ ഉണ്ടെങ്കിലും നല്ല കാറ്റുള്ള തണുത്ത കാറ്റ്. അയ്യോ പച്ചപ്രോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതാ നമ്മുടെ മഹാ ഓണം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുവാണേ. എന്താ സംഭവം? എന്താ ലെംഫൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് ഇത്. അത് ഡയറക്റ്റ് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഡയറക്റ്റ് ഇന്നത്തെ മാർക്കറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് ഫുള്ളായിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട്, അതായത് UPI ID യൂസ് ചെയ്യാം. അങ്ങനെ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ ആപ്പ്. ബാങ്കിന്റെ അല്ല, ഇത് ലെംഫൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടെല്ലാം ചെയ്യാം. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി ഡൗൺലോഡ് ചെയ്യും. ഹാപ്പി ഓണം. എന്താണ് ചന്ദനം അല്ലേ? ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും താങ്ക് യു. പേരെന്താണ്? ജ്യോതിലക്ഷ്മി. സ്ഥലം ഇടുക്കി. ഓക്കെ. അപ്പൊ നാട്ടിലെ എല്ലാവർക്കും ഹാപ്പി ഓണം അല്ലേ? നാട്ടിലെല്ലാവർക്കും ഹാപ്പി ഓണം.
ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നാട്ടിലെ എല്ലാവർക്കും ഹാപ്പി ഓണം അല്ലേ? ഓ യെസ്, നാട്ടിലെ എല്ലാവർക്കും ഹാപ്പി ഓണം. വിഷു വെരി 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 ഹാപ്പി ഓണം. താങ്ക് യു വെരി മച്ച്. അപ്പൊ കയ്യില് ക്യാമറ ഇരിപ്പുണ്ടല്ലോ, എന്നെ ഒരു ഫോട്ടോ എടുക്കാവോ? എടുക്കാലോ. പിന്നെ അടിപൊളി ഷർട്ട് കിട്ടിട്ട് ഫോട്ടോ പിന്നല്ല. എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെന്റില് അതല്ല, നമ്മള് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഓണം ഇവിടെ അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഓണം. പൊളിക്കാണ്. അപ്പൊ പായസം ഡബിൾ ഹൗസിന്റെ അല്ലേ? ഒരു ഹാപ്പി ഓണം പറഞ്ഞേ നാട്ടിലെ. ഹാപ്പി ഓണം. എന്താണ് സംഭവം? ഞങ്ങൾ കുറച്ച് ഓണക്കോടികൾ എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. ഫ്രീ ആയിട്ടാണോ? കുറച്ച് സംഭാവന ഞങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ ഓണം എല്ലാവർക്കും കളറാവട്ടെ. കളറാവും. ഓക്കെ ഓക്കെ. ഒരു 2 ദിവസത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ കസവും ഉണ്ടായിരുന്നോ? മുണ്ടില്ല. ഓക്കെ ഓക്കെ. എനിക്കൊരു കസവും മുണ്ടിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഈ മുണ്ട് മതി. ഓക്കെ ആണ്. താങ്ക് യു. മഴ പെയ്യും, നല്ലൊരു മഴ പെയ്യും. ഇപ്പോൾ ഒരു ചാറ്റൽ മഴ. നമ്മൾ ചുമ്മാ സ്റ്റോൾ നോക്കി അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു മഴ വന്നു. അപ്പോൾ ഒരു ആളൊന്നും ഇല്ലാത്തൊരു സ്റ്റോൾ ആദ്യം കയറിയത് നമ്മളായിരുന്നു. സമയം കൂടുന്തോറും ഇങ്ങനെ കിടന്ന് നല്ല തണുപ്പായി വരും. 12 ഡിഗ്രിയാണ് ഇപ്പോൾ. രക്ഷയില്ല, നല്ല തണുപ്പ്. ഇനി കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വലുതായിട്ട് അങ്ങനെ ഒരു ഈ മുണ്ട് ഷർട്ടൊക്കെ ആയിരുന്നുകൊണ്ട് വലുതായിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. വേറെ അഡീഷണൽ ഞാനൊരു ജീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ സ്വട്ടർ പോലത്തുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം എന്തായാലും ഇടാൻ പറ്റില്ല. ഈ സൈക്കിളിൽ കാണുന്നത് പോലീസാണ് കേട്ടോ. അമ്മ തണുക്കുന്നാടാ? തണുക്കുന്ന ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
ഒരു കുഞ്ഞ് ഘോഷയാത്ര പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇപ്പോൾ അവർ ശരിക്കും ചെറുതായിട്ട് ഇവിടെ റൗണ്ടപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മാവേലി ഫ്രണ്ട് പോകാനുള്ളതായിരുന്നു. ഉഷാറാണേര്. നിങ്ങൾ ഇച്ചിരി സ്പീഡിൽ നടന്നു, അല്ലെങ്കിൽ ഗ്യാപ്പായി പോവും. കേരളത്തിൻ്റെ തനതായ കല തിരുവാതിര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അവരവതരിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഡൗൺ ടൗണിൽ നമ്മളെല്ലാവരും തിരുവോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവോണം അതിഗംഭീരമായിട്ടുള്ള കലാപരിപാടികളും വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ. ഹാപ്പി ഓണം ബ്രോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ആദ്യം ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സെയിം ടു യു. താങ്ക് യു. ഞാനേ ഒരു സ്വപ്ന ലോകത്തായിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ചെണ്ടകൊട്ടുണ്ട്, അല്ല ചെണ്ടമേളമുണ്ട്, തിരുവാതിരയുണ്ട്. ഞാൻ ഈ തിരുവാതിരയുടെയൊക്കെ നാട്ടിൽ ജനിച്ചോളുന്നതാണ്. എൻ്റെ വീട് ഹരിപ്പാടാണ്. എൻ്റെ വീട്ടിൽ കാണിക്കുന്നതുകൊണ്ട് കാണുമായിരിക്കും ആലപ്പുഴ ജില്ലയിൽ. അരുണിന്റെ സുഹൃത്തുക്കളാണല്ലേ? എവിടെ നാട്? എവിടെയാ നാട്? കോട്ടയം. കോട്ടയത്തല്ലേ? എവിടെ? എറണാകുളം. എറണാകുളം. അപ്പൊ ഹാപ്പി ഓണം. അരുണിന്റെ വീടിനടുത്ത്. ഓ അടിപൊളി. ഇത് പറഞ്ഞിരുന്നില്ല. എന്തായാലും ഹാപ്പി ഓണം. നാട്ടിലെ എല്ലാവർക്കും കൂടെ ഒന്ന് വിഷ് ചെയ്തോളൂ. നാട്ടിലെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നീലകണ്ഠ
എന്താണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണോ? ഞങ്ങളിവിടെ ആർട്ടിസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. സോ എന്താ പറയുക, ഇവിടെ ലൈക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ലെവിറ്റേറ്റുമായിട്ട് ഫസ്റ്റ് ടൈം ആണ്. ആൻഡ് ഭയങ്കര സന്തോഷം. ഇത്ര ആൾ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, അടിപൊളി കിടുക്കി. നമ്മൾ ഡി ജെക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഹാപ്പി ആണോ എല്ലാവർക്കും? അങ്ങനെ സമയം 7 മണി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോഴും ഡൗൺ ടൗണിൽ ഡണ്ടാസ് സ്ക്വയറിൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയാനാ, പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. ഇവരുടെ ഫ്ലാഷ് മോബൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അത് തകർത്തു കേട്ടോ. അപ്പോൾ എന്താ പറയാനാ ബ്രോ, ഹായ്. അപ്പോൾ എന്താ പറയാനാ, അപ്പോൾ ആൾക്കാരുടെ നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഇന്നിപ്പോൾ വീക്കെൻഡ് കൂടെ ആകുമ്പോൾ ആൾക്കാർ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇനി എന്തായാലും പരിപാടി ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. ലെവിറ്റേറ്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ മഹാ ഓണത്തിൻ്റെ എല്ലാമായ ജെറിൻ ബ്രോ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു നമ്മുടെ ഗ്രീൻ റൂമിൻ്റെ ബാക്കിൽ നിന്ന്. ഞാൻ മുകളിൽ പോയി, പുള്ളി എനിക്കൊന്ന് 2 മിനിറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയ ആളുടെ പിന്നെ കണ്ടതേ ഇല്ല. പിന്നെ ഇപ്പോൾ കണ്ടത് ഞാൻ വാഷ്റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിച്ചതാണ്. എനിവേ എന്തായാലും പരിപാടി ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ എന്താ പറയുക, നമ്മുടെ പത്തനംതിട്ടയായ സ്ഥലത്തുള്ള എന്താ പറയുക, ഒന്നുമില്ല, വളരെ സന്തോഷം. കളവായിരുന്നു. പറയുക എന്താണ് മഹാ ഓണം? ഫസ്റ്റ് ഓഫ് ഓൾ ക്രെഡിറ്റ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. വലിയൊരു ടീം എഫർട്ടാണ്, അറിയാമല്ലോ. 100 കണക്കിന് ആൾക്കാരുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും, കുറേ പേര്, അതായത് എല്ലാവരും വർക്ക് പെർമിറ്റഡ് സ്റ്റുഡൻസ്, നമ്മുടെ ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും നാട്ടിലെ ഒരു കോളേജ് വൈബ് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് നമ്മുടെ പരിപാടിയുടെ വിജയം. 100 കണക്കിന് ആൾക്കാർ കഴിഞ്ഞ 3 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുന്നു, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു, നമുക്ക് കുറേ കണക്ഷൻസ് കിട്ടുന്നു, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശവും അതിന്റെ ഒരു വിജയം. ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. മഹാ ഓണം എന്നുള്ള പേര് ആരാണ് ഇട്ടത്? മഹാ ഓണം ആക്ച്വലി നമ്മൾ ലെവിറ്റേറ്റ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂത്തിനെ കണക്ട് ചെയ്യാനും ഈ ഒരു ഫ്രെറ്റേണിറ്റി ബിൽഡ് ചെയ്യാനും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് പ്രോഗ്രാംസ് അപ്പാപ്പനും മോനും എന്നുള്ള ഒരു ഷോ ആയിരുന്നു. അതായത് ഇവിടെയുള്ള കഴിവുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും ഇവിടെ കുറേ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാറുണ്ട് ഇവിടെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, ലക്ഷങ്ങൾ മുടക്കിയിട്ട്. അപ്പോൾ പലപ്പോഴും ആലോചിച്ചായിരുന്നു ഇവിടെ കഴിവുള്ള കുറേ യൂത്ത് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കഴിവുള്ളൂ. ഉറപ്പായിട്ടും അവർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അവർ കത്തിക്കയറും. നമുക്കൊരു പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. പ്ലാറ്റ്ഫോം ചെയ്യാൻ നമുക്ക് അവർക്കൊരു വേദി കിട്ടണം. അപ്പോൾ അങ്ങനെ ഉള്ള സ്കോപ്പിലാണ് നമുക്ക് കഴിവുള്ള കുറച്ച് പേര് ആയിട്ട് നമ്മൾ ഒത്തുചേർന്ന് അപ്പാപ്പനും മോനും എന്നുള്ള ഷോ ചെയ്തത്. ആ ഷോ നല്ല വിജയമായിരുന്നു. അത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 150ഓളം പേര് അതിൽ സഹകരിച്ചായിരുന്നു. അതിൻ്റെ കഥാ സ്ക്രിപ്റ്റൊക്കെ എഴുതി JD ആയിരുന്നു. അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്, JD ആയിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയതും. അങ്ങനെ കുറേ പേര് അഭിനയിച്ചു, പാട്ട് പാടി. അങ്ങനെ ഒരു സിനിമ പോലെയായിരുന്നു 2 മണിക്കൂർ പോയത്. അത് പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഇതിന് വിജയം കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എങ്ങനെ നമുക്ക് ഭാഗമാകാം, എനിക്കും ഇങ്ങനെ കഴിവുകളുണ്ട്. അപ്പോൾ വിചാരിച്ചപ്പോൾ വലിയൊരു സ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നൊരാളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. 10 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോൾ എന്താ പറയുക, ആദ്യം ലണ്ടൻ എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ അങ്ങനെ കാനഡേൻ്റെ ഒരു വൈബൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. കാരണം ഒരു നാട്ടിലെ പോലത്തെ ഒരു ഇതായിരുന്നു. കാനഡയിൽ ഞാൻ എത്തി എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന സ്ഥലമാണ് ടൊറൻറ്റോ ഡൗൺ ടൗണിൽ ഡണ്ടാസ് സ്ക്വയർ. അവിടെ വന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് ഓക്കെ ഐ മീൻ കാനഡ എന്ന് എന്നെയും നാട്ടിലെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സ്ഥലമാണ് അവിടെ ഡണ്ടാസ് സ്ക്വയർ. അന്ന് ആലോചിച്ചാണ് ഡണ്ടാസ് സ്ക്വയറിൽ അന്ന് ഞാനൊരു ഇതേപോലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അന്ന് ആലോചിച്ചു നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൾച്ചർ ഇതേപോലത്തെ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ ഡ്രീമും പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു സ്കെയിൽ പ്രോഗ്രാം ചെയ്യാനുള്ള കുറേ യൂത്തിനെ കണക്ട് ചെയ്യാനുള്ള അത് കമ്പയിൻ ചെയ്യാനുള്ള ടീം കിട്ടിയപ്പോൾ ഇതിന് വൈ നോട്ട് ഡണ്ടാസ് സ്ക്വയർ എന്നുള്ള ഒരു പേരും പിന്നെ ഓണം നമ്മൾ ചെയ്യുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഇതൊരു ടീം എഫേർട്ടാണ്. ഇത് എന്താ പറഞ്ഞത്, ഞാൻ ആ ഒരു ആൾക്കാർ റെപ്രസെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ. 100 കണക്കിന് സ്റ്റുഡൻസിന്റെ. ഞാനിപ്പോൾ ഇന്ന് കണ്ട ആളല്ല. ഞാൻ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് മീനു അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ കണ്ട് പരിചയപ്പെട്ടതാണ്. ഞാൻ ആക്ച്വലി കോളേജ് വർക്ക് ചെയ്യാണ്. ഒരു കോളേജിൽ കഴിഞ്ഞൊരു 9 വർഷമായിട്ട് കോളേജ് വർക്ക് ചെയ്യുന്നു, പഠിപ്പിക്കുന്നുണ്ട്. സാറാണ് IT ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അഗൈൻ കമ്മിങ് ബാക്ക് ടു ഞാൻ സ്റ്റുഡൻറ് ലൈഫ്. ഞാൻ
ഫസ്റ്റ് വന്നൊരു 1-2 ഇയേഴ്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഞാൻ മാത്രമല്ല, ഉറപ്പായിട്ടും സ്റ്റുഡൻസായിട്ട് വരുന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, എപ്പോഴെങ്കിലും നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ പോലെ വരുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ട അഡ്വൈസ്, കണക്ഷൻ, അതൊക്കെ ബിൽഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. ദൈവാനുഗ്രഹത്താൽ കോളേജിൽ ജോലി ചെയ്യാൻ പറ്റി. കോളേജ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ദെൻ അവിടെ മുതൽ നമ്മൾ ആക്ച്വലി ആ ഒരു കണക്ഷൻസ് ആവശ്യം. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ഉദ്ദേശം ജെന്യൂനായിരിക്കാം, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അതെ, ബിൽഡ് ചെയ്യാൻ പറ്റി. ഇതൊരു വലിയൊരു സംഭവം. നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, കാര്യം നമ്മുടെ നാട്ടിൽ പോലും പല ആൾക്കാർ വിചാരിച്ചിട്ട് നടത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു കാനഡ പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൊണ്ടെത്തിക്കുകയും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇത് കാനഡയിലെ ഒരു മെയിനായിട്ടുള്ള ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അഭിമാനമാണ്. അപ്രിഷ്യേറ്റ് ചെയ്യൂ. എനിക്ക് പറയാനൊന്നുമില്ല. നമുക്ക് വീണ്ടും നമ്മളെപ്പോലുള്ള, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, 2-3 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ള കുറേ പേർക്ക് കുറേ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വീണ്ടും ഒരു വീഡിയോ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. എനിവേ, എന്തായാലും വളരെയധികം സന്തോഷം. പൊളിക്കും നമ്മൾ. താങ്ക് യു. ഓക്കെ, ശരി. ഓക്കെ, ബൈ. അപ്പോൾ ഒരു ഹാപ്പി ഓണം. എല്ലാവർക്കും, നാട്ടിലെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. പെർഫോമൻസ് ഒക്കെ പൊളിയായിരുന്നു. അതല്ല കൈ ചിക്കൻ കഴിച്ച് ഡാൻസ് അഭിനയിച്ചു. അതെയോ? അതെ, പൊളിച്ചു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പൊളിച്ചു കേട്ടോ. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം പറയും. അപ്പോൾ ഫൈനലി ഞങ്ങൾ ക്യൂവിന്റെ ഏറ്റവും അറ്റത്തെത്തിയിരിക്കുകയാണ്. നമ്മളെ ഫുഡ് ലൈറ്റായിട്ടൊന്ന് മിനുങ്ങാൻ വേണ്ടിയിട്ട് മാത്രം തണുക്കുന്നുണ്ട് ഭയങ്കര. എന്തായാലും നമ്മള് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, കാര്യം ഇവിടെ സ്റ്റോളിലുള്ള ഫുഡ് അതെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ ട്രൈ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലൈനിൻ്റെ അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട്. നല്ല മലയാളി ഷോപ്പാണ്. ചെറിയ പൊറോട്ടയും ബീഫും പഴംപൊരിയും ബജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നിരുന്നു, ഞാൻ തേടി വന്നിരുന്നു. അപ്പോ എന്നെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. ഉറപ്പായിട്ട് അടുത്തത് നമുക്ക് സെറ്റാക്കാം. നല്ല സ്റ്റെപ്പ് ഡേ ആയിരുന്നു. അതാണ് ഞാൻ ഓടി വന്നത്. അപ്പോഴത്തേക്ക് പാട്ടൊക്കെ പോയി. റോണി ചേട്ടൻ ഇതാ ചിക്കൻ ഫ്രൈ ഇതാ. ലിറ്റിൽ സൗത്തിന് താങ്ക് യു ഫോർ ദോശ. എസ്പെഷ്യലി അഭിനവ് ചേട്ടൻ. കപ്പി മീനും ബജ്ജി ഉണ്ടാക്കിയ രക്ഷയില്ല അല്ലേ? ഡൗൺ ടൗണിൽ കാനഡ.
വന്നത്. ഓക്കെ, എനിവേ എന്തായാലും പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോ പ്രോബ്ലം, നമ്മൾ ഹാപ്പിയാണല്ലേ, അടിച്ചു വിളിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഉറപ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടും. എന്തായാലും പരിപാടി ഗംഭീരമാക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എ ഷോർട്ട് ബ്രേക്ക്. അപ്പുറത്തെ കൗണ്ടറൊക്കെയാവും. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ, നിർത്തി.